KCBയോട് കളിച്ചാൽ പണി കിട്ടും. ഹായ് ഫ്രണ്ട്സ്, തിരുവനന്തപുരത്ത് വർക്കലയിലെ ഒരു വീട്ടില് രാത്രി മീറ്ററിന് തീ പിടിക്കുന്നു. തൊട്ടടുത്തുള്ള കടയിലെ ഒരാളിത് കാണുന്നു. അദ്ദേഹം വേഗം വീട്ടുകാരെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അവര് വീട്ടിൽ 7 പേരുണ്ടായിരുന്നു. വിളിച്ചു പറയുമ്പോൾ തന്നെ അവരെല്ലാവരും പുറത്തിറങ്ങുന്നു. അതിനുശേഷം ഈ കടക്കാരും അതുപോലെ അവിടെയുള്ള ആൾക്കാരൊക്കെ ചേർന്ന് KCBയിൽ വിളിച്ചറിയിക്കുന്നു, ഇങ്ങനെ വീടിന് ഇങ്ങനെ മീറ്ററിന് തീ പിടിച്ചിട്ടുണ്ടെന്ന് അവർ പറയുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കാൻ പറയുന്നു. അതുകൊണ്ട് അവർ ഫയർഫോഴ്സിനെ വിളിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ വിളിച്ചറിയിക്കുന്ന ആൾക്കാർ KCBക്കാരോട് പറയുന്നുണ്ട് നിങ്ങൾ പവർ ഓഫ് ചെയ്യാൻ, കാരണം ഇത് മീറ്റർ കത്തിക്കൊണ്ടിരിക്കുകയാണ്, തീ പിടിച്ചേക്കുവാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഫയർഫോഴ്സിനെ വിളിക്കാനാണ്. അങ്ങനെ അവർ ഫയർഫോഴ്സിനെ എല്ലാം വിളിക്കുന്നതിന് ശേഷം രാത്രിയായപ്പോൾ 2 ലൈൻമാൻമാർ ആ വീട്ടിലേക്ക് വരുന്നു. അത് മാത്രമല്ല, ഈ വന്ന് 2 പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മദ്യപിച്ച ആൾക്കാർക്ക് അവർക്ക് പണി ചെയ്യാൻ പോലും കഴിയുന്നില്ല. അവരെങ്ങനെയാണ് പിന്നെ പോസ്റ്റിന്റെ മുകളിലെല്ലാം കയറുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് തന്നെ ആശങ്കയായി, കാരണം അവർക്ക് നല്ല രീതിയിൽ ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ പോസ്റ്റിന്റെ മുകളിലൊക്കെ കയറി എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാലും പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നപ്പോൾ ഇവരിങ്ങനെ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അവർക്കെതിരെ FIR ഇട്ടു. അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ആ വീട്ടിൽ കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് വന്നിട്ടില്ല. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയിട്ടും KCBയിൽ നിന്ന് ആരും വരുന്നില്ല, കറണ്ട് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ ഓർക്കണം, 3 കുട്ടികളുള്ള വീടാണ്, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണ്. അങ്ങനെ 7 പേരുണ്ട് ആ വീട്ടില്. KCBയിൽ നിന്ന് ആരും വന്നില്ല. ഉച്ചയായപ്പോൾ ഓവർസിയറും പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എല്ലാവരും വന്നിട്ട് ഇവരോട് പറയാണ്, നിങ്ങൾ കേസ് പിൻവലിച്ചാൽ നമ്മൾ കറണ്ട് തരാം, നിങ്ങൾ കേസ് വിഡ്രോ ചെയ്യണം, പേപ്പറിൽ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ പറഞ്ഞു അതെന്തായാലും സാധ്യമല്ല, കാരണം ഞങ്ങൾക്ക് കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെന്തായാലും കേസ് പിൻവലിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ ഇറങ്ങിപ്പോയി. ഇവർ വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ ഇവർ വീട്ടുകാർ കേസ് പിൻവലിക്കില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എന്ത് ചെയ്തു, KCBക്കാർ ഒരു മുഴ മുമ്പ് എറിയാന്നൊക്കെ പറയില്ല, അതുപോലെ അവർ 4 മണിക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അതായത് ഞങ്ങളുടെ ജോലിനെ തടസ്സപ്പെടുത്തുന്ന വീട്ടുകാർ എന്ന് പറയുന്ന രീതിയിൽ അവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. എന്നാൽ ഈ ഉച്ചയ്ക്ക് വന്ന ഉദ്യോഗസ്ഥർ കറണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി വന്നവരല്ല, ഈ പരാതി പിൻവലിച്ചാൽ നിങ്ങൾക്ക് കറണ്ട് തരാം എന്ന ഒരു റിക്വസ്റ്റും ആയിട്ട് വന്നതാണ്, വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അവർ ചെയ്യില്ലെന്ന്, അവർക്ക് കറണ്ട് കൊടുക്കാനാണെങ്കിൽ ആ സമയത്ത് വന്ന് കറണ്ട് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അവരത് ചെയ്തില്ല. അതിന് പകരം അവർക്ക് ആ ഒരു കേസ് പിൻവലിക്കണം. വീട്ടുകാർ അതിൽ ഉറച്ചു നിന്നു, കാരണം മദ്യപിച്ച് വന്നതിൻ്റെ പേരിലാണ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തത്. അപ്പോൾ KCBക്കാരെന്ത് ചെയ്തു, ഈ വീട്ടുടമസ്ഥനെതിരെയും കംപ്ലൈന്റും പരാതി കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അവർ ആ പോലീസുകാർ രാത്രി വന്ന് സംഭവ സ്ഥലത്ത് വന്നതാണ്, ഇതെല്ലാം കണ്ടതുകൊണ്ട് തന്നെ മറ്റു ഇതൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ വീട്ടിൽ പാതിരാത്രി ആയിട്ടും കറണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. അവര് ഒരു ഡ്യൂസ് ഒന്നും പെൻഡിങ് ഇല്ല, ഒന്നും അടക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണ് കട്ടായതെങ്കിൽ ഓക്കെ. ഇത് മീറ്റർ കത്തിയിട്ടാണ് കറണ്ട് പോയത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്താണ് KCBക്കാർ ഇപ്പൊ കോടതിയായോ? അവർക്കിപ്പോൾ എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ നമ്മളൊന്ന് പേടിക്കണം, ഇവരോടൊക്കെ ഏറ്റുമുട്ടണം. കാരണം നമ്മൾ ഇരുട്ടിലാക്കി കളയും. അത് നമുക്കറിയാം, വെളിച്ചമില്ലാതിരിക്കുക എന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളും പ്രായമായ ആൾക്കാരൊക്കെ ഉള്ള വീട്ടില്, അതും കുട്ടികളുടെയൊക്കെ കരച്ചിൽ കാണണം. അവർക്ക് ചൂടുകൊണ്ട് നിൽക്കാനിരിക്കാനോ, കുട്ടികളൊന്നും ഉറങ്ങുന്ന പോലുമില്ല. അപ്പൊ വെളിച്ചം എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ KCBക്കാർ അതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഒരു ധാർഷ്ട്യമല്ല അവരെ കാണിക്കുന്നത്. കേസിന്റെ ഇതിൽ പോട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കോടതിയിൽ പ്രൂവ് ചെയ്യണം. അല്ലാതെ കേസ് പിൻവലിച്ചാലേ കറണ്ട് തരും എന്നൊക്കെ പറഞ്ഞു ചെല്ലാനായിട്ട് ഇവർക്ക് എങ്ങനെ തോന്നി? ഓർസിവറിനും ഇവർക്കൊക്കെ എങ്ങനെയാണ് തോന്നിയത്? പക്ഷെ എന്തായാലും വീട്ടുകാരായാൽ ഉറച്ചു നിന്നു, ഞങ്ങൾ കേസ് പിൻവലിക്കില്ല, ഞങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെ വീട്ടുകാർ ഉറച്ചു നിന്നു. രാത്രിയായിട്ടും കറണ്ട് വന്നില്ല. അങ്ങനെ മീഡിയാസിലും എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ MLA ഇവരെ പറയുന്നു, അദ്ദേഹം KCBയിൽ വിളിച്ചിട്ട് കറണ്ട് കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ 1/2 മണിക്കൂറിനുള്ളിൽ ആ വീട്ടിൽ കറണ്ട് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരോടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം കുഞ്ഞു മക്കളും പ്രായമായ ആൾക്കാരുള്ള വീട്ടിലൊക്കെ കറണ്ട് ഇല്ലാതെ രാത്രി പോയ കറണ്ടാണ്. പിറ്റേ ദിവസമായിട്ട് അവർക്കൊന്നും ശരിയാക്കാൻ കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് അവർ പോയി പരാതിയും കൊടുക്കുന്നു, ഞങ്ങളെ ജോലി തടസ്സപ്പെടുത്തിയെന്ന്. എന്താണിത് കാണുന്നത്? ഇതിനൊക്കെതിരെ ശക്തമായ രീതിയിൽ നടപടി എടുക്കണം. ചുമ്മാ ഒരു സസ്പെൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പ്രഹസനം കാണിച്ചിട്ട് കാര്യമില്ല. ഒരാൾക്ക് വളരെ ശക്തമായ രീതിയിൽ നടപടി എടുത്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ മറ്റാൾക്കാരോട് ഇത് ചെയ്യാതിരിക്കുള്ളൂ. നമ്മൾ
നമ്മൾ കറണ്ട് നമ്മൾ ഫ്യൂസ് പൈസ അടച്ചിട്ടില്ല, അതിന്റെ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അവർ ഫ്യൂസ് ഉരുക്കൊണ്ട് പോകും. കാരണം അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരെ ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് പൈസ കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം കൊടുത്തിട്ടും ഇതിന്റെ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് വിളിക്കേണ്ടത്? ഓക്കെ, അവർ പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞു, സമ്മതിച്ചു. തീ പിടിക്കുമ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കണം. പക്ഷെ മീറ്റർ കത്തുമ്പോൾ നമ്മൾ KSB വിളിച്ച് പറയണ്ടേ? അവർ ഉത്തരവാദിത്തമില്ലേ? അവർ വന്ന് നോക്കി എന്താണ് കാര്യമെന്ന് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കില്ലേ? ഇതിപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് KSBയുടെ ഈ പോക്ക്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഇത്രയും അലംഭാവത്തോടെ, ഇത്രയും ഒരു സഹകരണം ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ വേറെ ഇല്ല. ഇതിനു മുമ്പ് നമ്മളൊരു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. അത് പിന്നെ ആ വീട്ടുകാർ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ പറഞ്ഞു. ഇത് ഈ വീട്ടുകാർ ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്ന് ഓർക്കണം. എന്നിട്ട് അവർക്കെതിരെ കൊണ്ടൊക്കെ കേസ് കൊടുത്തേക്കാണ്. അത് ആ കുട്ടികളുടെ കരച്ചിലെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കുഞ്ഞു കുട്ടികൾ, 2 കുഞ്ഞു കുട്ടികൾ, വേറൊരു മോളും കൂടി ഉണ്ട്. അതിന് 3 കുട്ടികളുണ്ട്. മൊത്തം 7 പേര് പ്രായമായ മാതാപിതാക്കളൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വെള്ളത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് കറണ്ട് ഇല്ലെങ്കിൽ. ഇവരുടെ ശരിക്കും പറഞ്ഞ ഒരു അനാസ്ഥ തന്നെയാണ്. ഇതിനൊക്കെതിരെ ഈ മന്ത്രിമാരൊക്കെ ശരിക്കും ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. ഉദ്യോഗസ്ഥർ ഇതിനെതിരെ, ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. കാരണം ഇതിപ്പോ ഓരോ ആവർത്തിയല്ല ഇതിപ്പോ സംഭവിക്കുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇതിപ്പോ രണ്ടാമത്തെ സംഭവമാണ്. നമ്മൾ പൈസ അടച്ചിട്ടില്ലെങ്കിൽ അവരൊന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും. അതൊക്കെ നമ്മൾക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ പൈസ അടക്കേണ്ട സമയം കഴിഞ്ഞ് അവർ നോട്ടീസിൽ എഴുതിയിട്ടുണ്ടാവും, ഇത്ര ദിവസത്തിനുള്ളിൽ പിഴ കൂടാതെ അടക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചില്ല എങ്കിൽ അവരത് ഊരിക്കൊണ്ട് പോകും. ഓക്കെ, അത് സമ്മതിച്ചു. ഇത് നമ്മുടെ വീട്ടിലെ മീറ്റർ കത്തുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുക, നമ്മൾ പിന്നെ ആരോടാണ് പറയേണ്ടത്? നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചതൊക്കെ ചെയ്യിച്ചാലും അതും പ്രശ്നമാണ് അല്ലേ? അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ഇതിനൊക്കെ ശരിക്കും നടപടി എടുത്തേ പറ്റൂ. ഇതൊരു റിക്വസ്റ്റ് എടുക്കാൻ ഇനിയും, അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അവരുടെ ഭീഷണി, കറണ്ട് തരില്ല എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? നമ്മൾ പൈസ അടക്കാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. എന്താണെങ്കിലും ഉദ്യോഗസ്ഥർ നടപടി എടുക്കണം, ശക്തമായ രീതിയിൽ തന്നെ നടപടി എടുക്കണം. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.